No ego, absolutely no ego. I think Dulquer. No I ego. അല്ല ദുൽഖർ is such a down to earth guy. നമ്മൾ വിചാരിക്കും ഇങ്ങനെ കുറച്ച് ജാടി ഇട്ടൂടെ നമുക്കൊക്കെ പൊട്ട He's very down to earth. so down to ഈ ഇടയ്ക്ക് പോലും I met him like ഒരു സാധാരണ ആൾക്കാരുടെ അടുത്ത് പോലും the way he talks so and all down. യൂത്തിൽ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ടല്ലോ, ഏറ്റവും കൂടുതൽ വാവ് ഹി ഹാസ് ഇറ്റ് എന്ന് തോന്നിയ ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു റോൾ? See, there are a lot of actors. ഇപ്പം എന്താ പറയുക, ഒരു സ്റ്റൈല് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് ഈസി അല്ല. സോ ഐ സീ എ ലോട്ട് ഓഫ് എന്താ പറയുക ഇൻറ്റൻസിറ്റിയും സ്റ്റൈലുമുള്ള ഒരുപാട് ആക്ടേഴ്സ് ഇപ്പോൾ ഇവിടെ ഉണ്ട്. എനിക്ക് ദുൽഖറിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ദുൽഖറിന് മമ്മൂക്കാട് ഇൻഫ്ലുവൻസ് പോലും ഇല്ല. ഈസ് വെരി ജെന്യുവൻ. സോ യാ, there are a lot of actors. എനിക്ക് തോന്നുന്നു ദുൽഖർ ഇസ് എ വെരി പ്രൊഫഷണൽ പേഴ്സൺ. ഹീൽ മേക്ക് എവറിബഡി കംഫർട്ടബിൾ. ഇപ്പോൾ ബി ഇറ്റ് കാരണം ഒരു സീനാണെങ്കിൽ തന്നെ ഈ റിഹേഴ്സലിങ്ങും എല്ലാം കണ്ടു പഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. കാരണം എനിക്ക് റിഹേഴ്സൽ ഇഷ്ടമല്ല. ഞാൻ ടേക്കിന്റെ ആളാണ്. അത് ജൈനൂസിന് അറിയാം. എനിക്ക് വേണ്ടി മാത്രം ഒരു ടേക്ക് റിഹേഴ്സൽ പോകും. അതായത് ക്യാമറ റോൾ ചെയ്യും. എനിക്ക് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫുൾ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ റിഹേഴ്സലിന് എനിക്ക് ഞാൻ ചിലപ്പോൾ ഷാഷുഷി എന്ന് പറഞ്ഞ ഞങ്ങൾ കൊളവാക്കും. അപ്പോൾ എനിക്കത് ആ പ്രശ്നം ഇപ്പോൾ ഉള്ളതുകൊണ്ട് ഇവരെപ്പോഴും എനിക്കൊരു ടേക്ക് റിഹേഴ്സൽ വരും. അത് ദുൽഖർ ആണെങ്കിലും ആ കുഴപ്പമില്ല എടുത്തോ എന്നുള്ള സിറ്റുവേഷനിൽ. അപ്പോൾ ഇറ്റ്സ് വെരി പ്രൊഫഷണൽ, വെരി സപ്പോർട്ടീവ്. സോ ഐ എം റിയലി ഹാപ്പി ദാറ്റ് ഐ വർക്ക് വിത്ത് ദുൽഖറിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ കുറേയൊക്കെ സിനിമ സംസാരിക്കും. വി ആർ ഈക്വലി എക്സൈറ്റഡ് അബൌട്ട് ഫിലിം മേക്കിങ്ങും എല്ലാം സംസാരിച്ച് കഴിഞ്ഞിട്ടും ആ ചെറിയൊരു സ്പേസിൽ കുറേ ഫാമിലി കാര്യങ്ങളൊക്കെ ഇരുന്ന് സംസാരിക്കും. ഇത് അങ്ങനെയാണ് ഇങ്ങനെ. സോ ആ ഒരു കംഫർട്ട് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഈസിലി ട്രാൻസ്ഫർ നമ്മുടെ ഫിലിമിൽ നമ്മൾ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോഴും ടു ബി വിത്ത് ഹിം ഇസ് വെരി ഈസി. നമ്മളെ ഇൻറ്റിമിഡേറ്റ് ചെയ്യില്ല. ഇറ്റ്സ് ഓൾവേസ് ഗുഡ്. ഭയങ്കര സ്മൈലിംഗ് ഫേസ് ആണ്. ഇറ്റ്സ് എ വെരി ലവബിൾ ക്യാരക്ടർ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കൊമാൻഡറി സിനിമയിൽ വന്നു. എനിക്ക് തോന്നുന്നു എന്നെ പൊക്കിക്കൊണ്ട് നിൽക്കുന്ന ആ സീക്വൻസ് വരെ നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ ഇറ്റ് വാസ് ഓൾ ഫൺ. ബിക്കോസ് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ആക്ടർ ടു ആക്ടർ ഇത്തിരി കോമഡിയും പറഞ്ഞിട്ടൊക്കെ. ഈസ് വെരി യങ്. ഈ പറഞ്ഞ പോലെ സച്ച് ഈസ് യങ്, പക്ഷേ ക്യാരക്ടർ വൈസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാർജനാണ് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ചെയ്യണമെന്ന്. ഞാൻ മാത്രമല്ല, അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാമിയോസ് ചെയ്തിട്ടുള്ള കുറേ പേരുണ്ട്. അതൊരു സൗഹൃദത്തിന്റെ വൈബാണ് ആൾക്കാർക്ക് കൊടുക്കുന്നത്. കാര്യം ഈ സിനിമയും അങ്ങനെയുള്ള ഒരു സിനിമയാണ്. ഭയങ്കര ഈ ഒഴുകി വരുന്ന വെള്ളം മുഖത്ത് നമുക്കത് ആ ഒരു തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും മടിചേട്ടനായതുകൊണ്ട് എന്നെ ഏറ്റവും സുന്ദരനാക്കി സ്ക്രീനിൽ കാണിച്ചു. അത് മടിചേട്ടൻ ഒരു ഫോട്ടോഗ്രാഫറും കൂടെ ആയിരുന്ന കാരണം കൊണ്ട് എൻ്റെ ഫീച്ചേഴ്സ് ഏറ്റവും നല്ലത് ഏതാണോ അവിടെയാണ് ഫ്രെയിം വെക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഫ്രെയിം വെപ്പിക്കുകയുള്ളൂ. പിന്നെ എല്ലാവരും നമുക്ക് പരിചയമുള്ള ആൾക്കാരായിരുന്നു. കാര്യം ദുൽഖർ ആണെങ്കിലും പാർവതി ആണെങ്കിലും ക്യാമറമാൻ ജോമൂട്ടി ജോൺ ആണെങ്കിലും മാടിച്ചേട്ടൻ അറിയാവുന്ന പോലെ മാടിച്ചേട്ടനാണെങ്കിലും ഇതുപോലെ അതിൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ അനൂപ് ചാക്കോ, പിന്നെ അപർണ ഉണ്ടായിരുന്നു. എല്ലാവരും സുഹൃത്തുക്കളാണ്. നമ്മൾ അവിടെ പോയി കഴിയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്ത് തിരിച്ചു വരുന്നു. അങ്ങനെയുള്ളൊരു സിനിമയാണ്. പിന്നെ ചാർലി വളരെ നല്ലൊരു സിനിമയാണ്. അതിൻ്റെ ഭാഗമാകാൻ പറ്റിയ ഒരു സന്തോഷമുണ്ട്. പിന്നെ ആക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് വളരെ അമേസിംഗ് ആയിട്ട് തോന്നിയൊരു ടാലൻറ്റ് ദുൽഖറിലുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഞാൻ ഈ സിനിമയുടെ ഷൂട്ടിൽ ഞാൻ 2-3 ദിവസം ആണ് ഒബ്സർവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ദെൻ ഐ വാസ് ലിറ്ററലി ഡിലൈറ്റഡ്. കാരണം ഒരു കഥാപാത്രമായിട്ട് ട്രാൻസ്ഫോം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ചും ചാലുവിനെ പോലെ കേരളത്തിൽ അധികകാലം ജീവിച്ചിട്ടില്ലാത്ത ആൾ. തീരെ ചെറിയ പ്രായത്തിൽ അവർ മദ്രാസിലേക്ക് പോവുകയും അവിടെ പഠിക്കുകയും ഒക്കെ ചെയ്ത ആളാണ്. ഈ ലാംഗ്വേജിനോടൊക്കെ കുറച്ചൊരു ഡിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ ഒരു കഥാപാത്രമായി മാറുക എന്ന ഒരു നടനിൽ വേണ്ടുന്ന ഒരു അടിസ്ഥാന ഗുണം വളരെ മനോഹരമായിട്ട് ദുൽഖർ ഈ സിനിമയിലുടനീളം നമുക്ക് കാണാൻ കഴിയും. അത് ഞാൻ ഷൂട്ടിൽ കണ്ടു. പിന്നീട് ദുൽഖറിൻ്റെ ഡബ്ബിങ്ങിന് ഞാൻ കുറേ ദിവസം രഞ്ജി ലോകകപ്പ് ഫുട്ബോൾ കാണാനായിട്ട് മെക്സിക്കോയിൽ പോയ സമയത്ത് ഞാനാണ് കുറേ ദിവസം ഡബ്ബിങ് ഇരുന്നത്, കൺസോളിലിരുന്നത്. അപ്പോൾ ദെൻ അഗെയിൻ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, മലയാള ഭാഷയിൽ അങ്ങനെ ഒരു പ്രത്യേകമായ ശിക്ഷണം ലഭിച്ചിട്ടില്ലാത്ത ഒരാളായിട്ട് കൂടി ഭാഷയുടെ ഒരു ഡിക്ഷൻ അതിമനോഹരമായിട്ട് അത്ഭുതപ്പെടുത്തിയൊരു കാര്യമാണ്. ഞാൻ ഒരു ഡൗൺ ടു എർത്ത് ഒരു വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു വേ ഓഫ് ബിഹേവിങ്ങും ആക്ടിങ്ങും എല്ലാവരുടെ അടുത്ത് മിങ്കിൾ ചെയ്യുന്ന ഒരു രീതിയും ഭയങ്കര ഹംബിൾ ആയിട്ടുള്ള ഒരു വളരെ ഈസി ഗോയിങ് പേഴ്സൺ ആണ്.